എൻ്റെ ഭാര്യയുമായി ഞാൻ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിട്ട് കാലങ്ങളായി. കാരണം ഷുഗർ പിടിച്ച് ചുക്കിച്ചുളിഞ്ഞ് അവളുടെ ശരീരം കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു ലീല. നല്ലൊരു കുടുംബ സുഹൃത്തും സുന്ദരനും ആരോഗ്യ ദൃഢഗാത്രനുമായ മധ്യവയസ്കൻ രാഘവൻ മാഷുടെ മെസ്സേജ് കണ്ടപ്പോൾ ആയുർവേദ ഡോക്ടറായ ലീനയ്ക്ക് വിഷമം തോന്നി. മാഷിടയ്ക്കിടെ ലീനയ്ക്ക് വാട്സപ്പിൽ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും പറയാറുണ്ടെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. മാഷിൻ്റെ മെസ്സേജുകൾ ലീനയുടെ വാട്സപ്പിലേക്ക് തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ്. ലീന, എൻ്റെ വികാരങ്ങൾ ഞാൻ ആരോട് തുറന്നു പറയും? ഞങ്ങളുടെ കുടുംബ സുഹൃത്തും അതിലുപരി കുടുംബ ഡോക്ടറുമായ സുന്ദരിയായ ലീനയോട് പറയുമ്പോൾ മനസ്സിന് ഒരു റിലാക്സ് കിട്ടുന്നുണ്ട്. ഭർത്താവ് വിദേശത്തായ ലീനയ്ക്കും അറിയാമല്ലോ ആണും പെണ്ണും അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ. ലീനയ്ക്കറിയാമോ, നെറ്റിൽ കയറി പലതരം വീഡിയോസ് കണ്ടിട്ടാണ് ഞാനിന്നും കിടന്നുറങ്ങുന്നത്. എനിക്കിങ്ങനെ അടക്കി പിടിച്ച് ജീവിക്കാൻ വയ്യ ലീന. മാഷിൻ്റെ സംസാരത്തിൻ്റെ ഗതി മാറുന്നുണ്ടോ എന്ന് ലീനയ്ക്ക് സംശയം തോന്നി. എന്നാൽ മാഷ് പറയുന്നത് കേൾക്കാൻ നല്ല രസമുള്ളതുകൊണ്ട് ലീന എന്ന് മാത്രം മറുപടി കൊടുത്തു. എനിക്ക് സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, പണമുണ്ട്. എന്നെ കൊതിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളും ഉണ്ടാകാം. കുറേ നാളുകളായി ഭാര്യയ്ക്ക് വേണ്ടി ഇതെല്ലാം വേണ്ടാന്ന് വെച്ചു. ഇനി പറ്റില്ല. ഇനി അവസരം കിട്ടിയാൽ ഞാൻ അത് പ്രയോജനപ്പെടുത്തും ലീന. മാഷിൻ്റെ ഭാര്യ സുമതി ചേച്ചിയുടെ ശാരീരികാവസ്ഥയ്ക്ക് മാറ്റം വരുത്തേണ്ടതും മാഷിൻ്റെ ഈ പ്രായത്തിലുള്ള ലൈംഗിക ആവശ്യത്തിന് ശമനം കൊടുക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതും തൻ്റെ കൂടി കടമയായതുകൊണ്ട് ലീന പറഞ്ഞു. അവസരം കിട്ടിയാൽ ആസ്വദിക്കും മാഷേ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. പിന്നെ കുറച്ചു നേരത്തേക്ക് മാഷിൻ്റെ മെസ്സേജ് ഒന്നും കണ്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാഷിൻ്റെ അടുത്ത മെസ്സേജ് വന്നു. എങ്കിൽ ലീനയ്ക്ക് എനിക്കൊരു അവസരം തന്നൂടെ? ഈ മെസ്സേജ് കണ്ടതും ലീന ഞെട്ടി. ആദ്യമായിട്ടാണ് ലീനയോടൊരാൾ ഇങ്ങനെ തുറന്നു ചോദിക്കുന്നത്. എന്ത് പറയണമെന്നറിയാതെ ലീന പരുങ്ങി. പറയൂ ലീന, എനിക്ക് അവസരം തരില്ലേ? നമുക്കാരും അറിയാതെ ഈ ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിക്കാം. പറയൂ, എനിക്ക് വേഗം മറുപടി തരൂ. മാഷിൻ്റെ മെസ്സേജുകൾ നിലയ്ക്കാതെ ആയപ്പോൾ വിറയ്ക്കുന്ന കൈകൊണ്ട് ലീന മാഷിന് മറുപടി കൊടുത്തു. നാളെ രാവിലെ 11 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് വരൂ മാഷേ. പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ മാഷ് ലീനയുടെ വീട്ടിലെത്തി. സുന്ദരിയായ ലീനയുടെ വേഷം കണ്ട് മാഷ് ആകെ വികാരഭരിതനായി. ചെയ്യുന്നത് തെറ്റാണ്. സ്വന്തം മകളുടെ പ്രായമുള്ള പെൺകുട്ടിയുമായി ശാരീരികമായി ബന്ധപ്പെടുന്നു. ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. കിട്ടിയ അവസരം ആസ്വദിക്കുക തന്നെ. ലീന കൊടുത്ത ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷ് ചിന്തിച്ചു. മാഷേ, മാഷിന് വീഡിയോകൾ കാണാൻ ഇഷ്ടമല്ലേ? നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു വീഡിയോ കണ്ടാലോ? ലീനയുടെ ആ ചോദ്യമാണ് മാഷിനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. വീഡിയോ കണ്ടാൽ 2 പേർക്കും വികാരം കൂടുമെന്ന് മനസ്സിലാക്കിയ മാഷ് വേഗം ശരിയെന്ന് പറഞ്ഞു. ഡോക്ടർ ലീന തൻ്റെ ഹാളിലിരിക്കുന്ന വലിയ TV ഓൺ ചെയ്തു. അതിലൊരു വീഡിയോ തെളിഞ്ഞു വന്നു. ആ വീഡിയോയിൽ ക്ഷീണിച്ച് അവശനായി കിടക്കുന്ന ഒരു മധ്യവയസ്കനെ മാഷ് കണ്ടു. ഇയാളെ മാഷ് അറിയോ? ലീനയുടെ ഈ ചോദ്യത്തിന് അറിയുമെന്ന് മാഷ് മറുപടി നൽകി. ആരാണത്? ഞാനാണെന്ന് ലീനയുടെ ചോദ്യത്തിന് മാഷ് മറുപടി നൽകി. അതെ, ഇത് മാഷാണ്. ഇന്നത്തെ മാഷല്ല. 2 വർഷം മുമ്പ് അസഹ്യമായ കുടൽപുണ്ണ് ബാധിച്ച് എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ ഞാനെടുത്ത വീഡിയോ ആണിത്. അന്ന് മാഷിൻ്റെ കുടൽപുണ്ണ് ചികിത്സിച്ച് മാറ്റുവാൻ ഒരുപാട് നാളുകൾ എടുത്തു. ആ നാളുകൾ മുഴുവനും നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയായിരുന്നു. വിദേശത്തുള്ള മക്കൾ നിങ്ങളുടെ ചികിത്സയ്ക്കായി പണം ഒരുപാട് അയച്ചു തന്നിരിക്കാം. പക്ഷേ കഷ്ടപ്പെട്ട് നിങ്ങളെ പരിപാലിച്ചത് നിങ്ങളുടെ ഭാര്യയായിരുന്നു. അന്നൊക്കെ നിങ്ങളുടെ ഭാര്യ സുമതി ചേച്ചിയുടെ ഒരു ദിവസം ആരംഭിച്ചിരുന്നത് വെളുപ്പിന് 4 മണി മുതലായിരുന്നു. നിങ്ങൾക്കുള്ള കഷായക്കൂട്ടുകളും പഥ്യാഹാരങ്ങളും ഉണ്ടാക്കി നിങ്ങളെ കുളിപ്പിച്ചതും നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കിയതും നിങ്ങളുടെ ദുർഗന്ധം വമിക്കുന്ന തുപ്പലും കഫവും മലവും മൂത്രവും കൈ കൊണ്ട് വാരിയും മലബന്ധം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മലദ്വാരത്തിൽ വിരൽ കടത്തി മലമെടുത്ത് കളഞ്ഞും അങ്ങനെ നിങ്ങളെ ശുശ്രൂഷിച്ച അവരുടെ ആ ഓരോ ദിവസങ്ങളും എപ്പോഴാണ് അവസാനിച്ചിരുന്നതെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. അന്ന് സുമതി ചേച്ചി സുന്ദരിയായിരുന്നു. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു അവർ. ഊണും ഉറക്കം ഉപേക്ഷിച്ച് മാഷിനെ പരിപാലിക്കുന്നതിനിടയിൽ സ്വന്തം സൗന്ദര്യം സംരക്ഷിക്കാൻ ആ പാവം സ്ത്രീ മറന്നുപോയി മാഷേ. ജീവിതത്തിൽ എല്ലാവിധ സുഖങ്ങളും കിട്ടും. ചെറുപ്പക്കാരികൾ മുതൽ മധ്യവയസ്കരായ സ്ത്രീകൾ വരെ ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് കണ്ടവൻ്റെ കൂടെ ഓടിപ്പോകുന്ന ഇക്കാലത്ത് അന്ന് ഒന്നിനും കഴിയാതിരുന്ന നിങ്ങളെ തനിച്ചാക്കി സുമതി ചേച്ചിക്കും സുഖങ്ങൾ തേടി പോകാമായിരുന്നു. ലീന ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് തുടർന്നു. അന്നത്തെ അലസമായ അവരുടെ ജീവിത രീതി മൂലമാണ് മാഷേ സുമതി ചേച്ചിക്ക് ഷുഗർ പിടിപെടാൻ കാരണമായതും അവർ ക്ഷീണിച്ച് സൗന്ദര്യം നഷ്ടപ്പെട്ട് ഈ അവസ്ഥയിലായതും.
ഇതൊക്കെ മാഷിനോട് പറയുവാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വിളിച്ചത്, അല്ലാതെ വിദേശത്ത് ഭർത്താവുള്ള പെണ്ണിൻ്റെ വികാരം ശമിപ്പിക്കാനല്ല. ലീന ഇത്രയും കൂടി പറഞ്ഞപ്പോൾ മാഷ് പോകാനൊരുങ്ങി. നിക്ക് മാഷെ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. പ്രവാസികളുടെ ഭാര്യമാരെക്കുറിച്ച് മാഷിനെ പോലെയുള്ളവർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ പോലെ ജീവിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകാം. ഭർത്താവ് കൂടെ ഉണ്ടായിട്ടും മറ്റൊരുത്തനെ വിളിച്ച് കൂടെ കിടത്തുന്ന പെണ്ണുങ്ങളും ഉണ്ടാകാം. എന്നാൽ ലീവിന് വരുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോഴും ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ വീടിന് വിട്ടിറങ്ങുമ്പോഴും നെഞ്ചോടടക്കി പിടിച്ച പ്രവാസിയായ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്നേഹ ചുംബനമുണ്ട്. അത് മതി മാഷേ, എന്നെപ്പോലെയുള്ള പ്രവാസി ഭാര്യമാർക്ക് മനസ്സും ശരീരവും കളങ്കപ്പെടുത്താതെ ഭർത്താവിന് വേണ്ടി 1 വർഷമല്ല 1 യുഗം കാത്തിരിക്കുവാൻ. സത്യത്തിൽ മാഷിന് സുന്ദരിയല്ലാത്ത സ്വന്തം ഭാര്യയുടെ ശരീരം കാണുമ്പോൾ തോന്നുന്ന അതേ അറപ്പാണ് മാഷേ സൗന്ദര്യമുള്ള നിങ്ങളുടെ ഈ ശരീരം കാണുമ്പോൾ ഇപ്പോൾ എനിക്കും തോന്നുന്നത്. ലീന പറഞ്ഞു നിർത്തി. ലീനയുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലെത്തിയ മാഷിന് ആകെ അസ്വസ്ഥത തോന്നി. വേഗം 1 ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ച് കിടപ്പുമുറിയിലേക്ക് ചെന്നു. ഇതൊന്നും അറിയാതെ ഉറങ്ങുകയായിരുന്ന ഭാര്യയോട് ചേർന്ന് കിടന്ന് ഭാര്യയുടെ നെറ്റിയിൽ മാഷൊരു സ്നേഹചുംബനം നൽകി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.